ചിലവന്മാർ ഇപ്പോഴും മെസ്സി റൊണാൾഡോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ DM-ലും കമൻറ്റ് ബോക്സിലും വന്ന് ദിത്തായി കളിക്കുന്നുണ്ട്. ഗായ്സ്, വേൾഡ് കപ്പ്, ഫുട്ബോള്, ഫാൻ ഫൈറ്റ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി ആര് ജയിച്ചാലും തോറ്റാലും നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. നമ്മൾ അതിന് കൊടുക്കേണ്ട സമയം നമ്മൾ കൊടുത്തു, അത് കഴിഞ്ഞു. സോ അതെല്ലാം ആ ഒരു സ്പിരിറ്റിലെടുത്ത് അതങ്ങ് വിടുക. ഇറ്റ്സ് ഹൈ ടൈം ടു റിയലി ഫോക്കസ് ഓൺ വാട്ട് ഈസ് റിയലി ഹാപ്പനിങ് ഇൻ അവർ കൺട്രി. ഈ ഡൽഹിയിൽ എന്താ നടക്കുന്നതെന്ന് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. സോ ഈ ഒരു ആവേശമൊക്കെ നമ്മൾ ഇനി ഇതിൽ വേണം കാണിക്കാനായിട്ട്. ബിക്കോസ് എവ്രി വോയിസ് മാറ്റേഴ്സ്. ഈ കുറ്റവാളികളെയും കൊലപാതകം ചെയ്തവരെയും ഈ റേപ്പിസ്റ്റുകളെയൊക്കെ തൊടാൻ പോലും പേടിക്കുന്ന പോലീസുകാരാണ് ഈവൻ യൂണിഫോം പോലും ഇടാതെ തെരുവിലിറങ്ങി നമ്മുടെ നാടിൻ്റെ നീതിക്കും ഭാവിക്കും വേണ്ടി പോരാടുന്ന ഈ ചെറുപ്പക്കാരൊക്കെ ഇങ്ങനെ തല്ലി ചതയ്ക്കുന്നത്. ലിറ്ററലി ഈ ഒരു അനീതി നമുക്ക് അംഗീകരിച്ച് കൊടുക്കാനേ കഴിയില്ല. ചിലർക്കൊക്കെ ഈ ജെൻസി എന്ന് പറഞ്ഞാൽ ലിറ്ററലി പുച്ഛമായിരുന്നു കേട്ടോ. പക്ഷേ ഈ ഒരൊറ്റ പ്രൊട്ടസ്റ്റിലൂടെ ഈ ജെൻസിയുടെ പവർ എന്താണെന്ന് നമുക്ക് ലിറ്ററലി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ചിലരൊക്കെ ഇതിനെ വളച്ചൊടിച്ച് ഒരു പൊളിറ്റിക്കൽ ഡിബേറ്റ് ആക്കാൻ നോക്കുന്നുണ്ട്. ഗൈസ്, ഇറ്റ്സ് ഓൾ അബൌട്ട് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ചിലരൊക്കെ ഇതിന്റെ പേരിൽ നമ്മുടെ കൺട്രീനെ തന്നെ കുറ്റം പറയുന്നുണ്ട്. ഐ ഹേറ്റ് മൈ കൺട്രി എന്നൊക്കെ. നോ, നെവർ. വി ഷുഡ് റിയലി ബി പ്രൗഡ് ഓഫ് അവർ കൺട്രി. നമ്മൾ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്, നമ്മുടെ സിസ്റ്റം നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്രയൊക്കെ പോരാടി ഫൈറ്റ് ചെയ്യുന്നത്. സോ യാ, സ്റ്റാൻഡ് ഫോർ ഇറ്റ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവ്രി സിംഗിൾ വോയിസ് മാറ്റേഴ്സ്. നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നാലേ ഈ ഒരു സിസ്റ്റം മാറുള്ളൂ. സോ ലെറ്റ്സ് സ്റ്റാൻഡ് ടുഗെദർ ആൻഡ് മേക്ക് എ ചേഞ്ച്. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.